രണ്ട് മഴ പെയ്തപ്പോഴേക്കും ഞങ്ങളെ തോടും പാടും ഒക്കെ ഏകദേശം ഒരേ ലെവലിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ തോട്ടിൽ കൂടെ നീന്തി പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടേക്കല്ല, വിശാഖേട്ടൻ തിരിച്ച് ഗൾഫ് പോവാണ്. അപ്പോൾ അവിടെ വിശാഖേട്ടനെ യാത്ര അയക്കാൻ പോയതാണ്. കണ്ട അവിടെ എല്ലാവരും പോകേണ്ട തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്, ഓരോ കാര്യങ്ങൾ കാണാനില്ലാത്തതും തിരയിലും പിടിക്കലൊക്കെയാണ്. പിന്നെ അമൃതേച്ചിനെ ഇരുന്ന് കളിയാക്കലായിരുന്നു ഇന്ത്യയും സുരേഷ് ഏട്ടൻ്റെയും പണി. അങ്ങനെ അമൃതേച്ചിനെ കുറേ ഊക്കി കഴിഞ്ഞ് നന്ദാൻ്റെ ഒക്കെ അവിടെ ഇരുന്ന് ചായ പിടിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതാണ് എൻ്റെ കാവ്ചേച്ചിയുടെ മുതൽ. അവന് ഇത്തിരി ഹൈറ്റ് വെച്ചപ്പോൾ അവിടുത്തെ സ്വിച്ച് ഇട്ടുന്നതുകൊണ്ട് തന്നെ അത് പിടിച്ച് ഓഫാക്കലും ഓണാക്കലാണ് പണി. പിന്നെ വിശാഖേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നാണ് വിശാഖേട്ടൻ. അങ്ങനെ അവരിതാ ഇറങ്ങാറായിട്ടോ. അപ്പോഴേക്കും അവിടെ തോട് പൊട്ടി പാടത്തേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു തന്നതാണ്. തോടും പാടമൊക്കെ ഏകദേശം വല്ല പുഴ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ നേരെ ഇറങ്ങി. അങ്ങനെ ഏട്ടനെ യാത്രയൊക്കെ അയക്കൽ കഴിഞ്ഞ് നേരെ പോയത് വല്യമ്മയുടെ വീട്ടിലേക്കാണ്. കാരണം വല്യമ്മയുടെയും വല്യച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച് വല്യച്ഛനോട് ചിരിക്കാൻ പറയണതാണ് കാണുന്നത്. വല്യച്ഛൻ ക്യാമറ ഷൈ ആണ് ഗൈസ്. അങ്ങനെ വല്യച്ഛൻ കേക്കൊക്കെ തിന്ന് വല്യച്ഛൻ്റെ പാട്ടിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്ക് കൊടുത്തു. പിന്നെ ഒരു 5-5:30 ആയപ്പോഴേക്കും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ. കാരണം മഴ കണ്ടാൽ നമ്മൾ ഈ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോയാൽ അപ്പുറത്തുള്ള ആളെ കാണില്ലല്ലോ, അതുപോലെ മഞ്ഞ് മൂടിയ പോലെ മഴയായിരുന്നു. പിന്നെ വൈകിട്ട് വല്യച്ഛൻ വന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള മടിക്ക് നടന്നു പോകാനുള്ള മടിക്ക് വല്യച്ഛൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി ഞങ്ങളെല്ലാവരും. അപ്പം അത്രയൊക്കെയുള്ളൂ. ബൈ.